സത്യമായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യേ കണ്ടോ പല്ല് കുത്തിയിട്ടാണ് മൂക്കങ്ങനെയാണ് അങ്ങനത്തെ കുറേ ഒരു നമ്മളെ പിന്നിലേക്ക് വരയ്ക്കുന്ന ഒരുപാട് ഇവിടെ എക്സ്പീരിയൻസ് നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെയെന്നുള്ളതൊന്നും ഇവർക്ക് അറിയേണ്ട ആവശ്യമില്ലല്ലോ. ചിലർക്കൊക്കെ അപ്പോൾ അതിന്റെ കാരണം പറഞ്ഞത് ഉറക്കൊഴിച്ചിട്ടാണ് എന്നുള്ളതാണ്. റിസൾട്ട് വന്നോ? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ക്രിയേറ്റീവ് വൈബ്സ്. ഇന്നത്തേത് ഒരു ഡേ ഇൻ അവർ ലൈഫ് വീഡിയോ ആണ്. പലപ്പോഴും ഡേ ഇൻ ലൈഫ് വീഡിയോസൊക്കെ കാണുമ്പോൾ ചിന്തിക്കാറുണ്ട് നമുക്കെന്താ വേറൊരാളുടെ ഒരു ദിവസം കണ്ടിട്ടെന്ന്. പക്ഷേ ഇത് എടുത്തു നോക്കിയപ്പോഴാണ്, ഒരു ദിവസത്തിന് വേണ്ടി എടുത്തു തുടങ്ങിയതാണ്. എടുത്തു നോക്കിയപ്പോഴാണ് നമ്മൾ തന്നെ നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം മുഴുവൻ. ഇത് പല തിരിച്ചറിവിനും പല കാര്യങ്ങൾക്കും ഉപകാരപ്രദമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇന്നിവിടെ വീട്ടിൽ ഞാനും അപ്പേട്ടനും മാത്രമേ ഉള്ളൂ. എല്ലാവരും ഞങ്ങളുടെ റിലേറ്റീവിൻ്റെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. അവർ 2 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ. അഫ്സക്ക് ഇതുവരെ എണീറ്റിട്ടില്ല. സാധാരണ ഞാൻ എണീറ്റ് അടുക്കളയിൽ എത്തുമ്പോഴേക്കും ഉമ്മ അവിടെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇന്നിപ്പം മിക്കവാറും ഞാൻ ഒറ്റയ്ക്കെല്ലാം മാനേജ് ചെയ്യേണ്ട അവസ്ഥയാണ്. നാളെ എന്തായാലും എല്ലാ കാര്യത്തിനും ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ ആളാണ് ഈ കിടന്നുറങ്ങുന്നത്. പിന്നെ ഉറക്കം കണ്ടപ്പോൾ എനിക്ക് വിളിക്കാനും തോന്നിയില്ല. രാത്രി കുറേ വർക്ക് ഉണ്ടായിരുന്നു, അപ്പോൾ ലേറ്റായിട്ടാണ് കിടന്നത്. അപ്പേട്ടൻ എണീറ്റിട്ടുണ്ടെന്ന് തോന്നുന്നു. ബട്ട് ആളെ ഇവിടെ കാണാനില്ല. ബെഡൊക്കെ നല്ല വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ തമ്മിലുള്ള റൂളാണ് കേട്ടോ അത്. ആരാണോ അവസാനം എണീക്കുന്നത് അയാൾ ബെഡ് മേക്ക് ചെയ്യുക എന്നുള്ളത്. ബെഡൊക്കെ വിരിച്ചിട്ടിട്ട് എല്ലാം വൃത്തിയാക്കി വെക്കുക എന്നുള്ളത്. ആദ്യമൊക്കെ ആൾക്ക് നല്ല മടിയായിരുന്നു, പക്ഷെ ഇപ്പോൾ ശീലമായി. വീട്ടിൽ നിന്ന് ഉമ്മ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എണീറ്റില്ലേ, ഭക്ഷണം വെച്ചോ കഴിച്ചോ എന്നൊക്കെ ചോദിച്ചിട്ട്. അല്ലെങ്കിലും ഉമ്മമാർക്ക് എപ്പോഴും ഒരു ആദ്യമാണ് കല്യാണം കഴിച്ചു പോയ വീട്ടിൽ പെൺമക്കൾ ഒറ്റക്കാവുമ്പോൾ. അപ്പേട്ടൻ വന്നിട്ട് തേങ്ങ ചിരവി തന്ന് കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്ത് തന്നിട്ട് പോയി. ഈ ഹെൽപ്പ് എന്നുള്ള വേർഡ് തന്നെ തെറ്റാണല്ലേ. കാരണം ഇതൊരു ഈക്വൽ റെസ്പോൺസിബിലിറ്റി അല്ലേ. എങ്ങനെയാണ് ഹെൽപ്പാവുന്നത്? അപ്പേട്ടന് കോളേജിൽ കുറച്ച് വർക്ക്സ് പെൻഡിങ് ഉണ്ടെന്നും പറഞ്ഞിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നു. പിന്നെ ഞാൻ വീണ്ടും ഒറ്റക്കായി അടുക്കളയിൽ. അപ്പോൾ ഇതാണ് അപ്പേട്ടൻ്റെ വർക്ക് ഏരിയ. ഞങ്ങളുടെ റൂമിൽ ഇതെല്ലാം കൂടെ വാരി വലിച്ചിട്ടിട്ട് ഞാനവിടുന്ന് പുറത്താക്കിയതാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോഴേക്കും 9 മണിയൊക്കെ ആയിട്ടുണ്ട്. അതിനുശേഷം വാഷിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലായി. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ എടുക്കാനുള്ള പ്രധാന കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഞങ്ങൾ 2 ആൾ മാത്രമേ ഉള്ളൂ. ഉപ്പ, ഉമ്മ, പിന്നെ നമ്മൾ അനിയത്തിമാർ. ഇവർ 4 പേര് കൂടെ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അവർ നമ്മുടെ റിലേറ്റീവിൻ്റെ വീട്ടിലേക്ക് പോയതാണ്. ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി പോയതാണ്. 2 ദിവസം കഴിഞ്ഞിട്ടേ വരൂ. അപ്പോൾ പക്ഷെ ഉപ്പ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുറേ പ്ലാവുകളും കോഴിക്കളും ഒക്കെ ഉണ്ട് ഉപ്പാക്ക്. അപ്പം അവരെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഉപ്പ അവരെ ഇന്നലെ അവിടെ കൊണ്ടാക്കി. ഇന്ന് രാവിലെ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ മുകളിലാണുള്ളത്. ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം. പിന്നെ വീടിൻ്റെ സ്ട്രക്ചർ തന്നെ അണ്ടർഗ്രൗണ്ട് ആക്കണം. റോഡ് സൈഡിലായതുകൊണ്ട് നല്ല പൊടിയാണ് സിറ്റ് ഔട്ടിലും. പിന്നെ കുറച്ച് ചെടി വെച്ചിട്ടുണ്ട് പുറത്ത്. അവിടെയൊക്കെ നല്ല പൂട്ടികളാണ്. പേപ്പർ ഉണ്ടാവലുണ്ട് ഇവിടെ. ഇപ്പോൾ വന്നപ്പോൾ പേപ്പർ എടുത്തിട്ടാണ് പോന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട് കേട്ടോ. കുറേ ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ നോക്കി വളർത്തൽ ഉമ്മയാണ് സെറ്റ്. അപ്പോൾ ഉമ്മ പ്രത്യേകം പറഞ്ഞു പോയിട്ടുള്ളതാണ് ചെടികൾ നോക്കണേ, വെള്ളം നനക്കണേ എന്നുള്ളത്. അപ്പോൾ ഞാൻ ഞങ്ങളെ മുറ്റം കാണിച്ചതാണ്. ദിസ് ഈസ് അവർ മുറ്റം. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് ഒരു ശനിയാഴ്ചയാണ് കേട്ടോ. സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ആണ് ഇവിടെ.
കണ്ടോ ഇവിടെ നിർത്തിയാലുള്ള പ്രശ്നമാണ്. വണ്ടികളൊക്കെ കണ്ടോ പൊടി പിടിച്ചിട്ട്, ചെടികളോ. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. എന്നും എപ്പോഴും ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇതാണ് അവസ്ഥ. ഉള്ളിലേക്കൊക്കെ പൊടിയാവും. ഉള്ളിലെ പ്ലാന്റ്സിൽ തന്നെ പൊടി പിടിച്ചിട്ടുള്ളത് കാണാം. അപ്പോൾ ആദ്യം ഇതിനൊക്കെ ഒന്ന് വെള്ളം നനച്ചിട്ട് ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. മെനക്കെട്ടിട്ടുണ്ട് രാവിലെ മുതൽ. അപ്പോൾ ഇനി കുറച്ച് പണികളും കൂടി ബാക്കിയുണ്ട്. അത് കഴിഞ്ഞാൽ കുളി കഴിഞ്ഞിട്ട് പിന്നെ ഫ്രീ ആണ്. പേപ്പർ വായിച്ചിട്ടില്ല, അപ്പോൾ അതൊക്കെ ഇനി ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതിന് മുമ്പ് ലോ ആവേണ്ട എനർജി ലോ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എനർജി ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഞ്ഞി എടുക്കട്ടെ. അതിൻ്റെ ഇടയ്ക്ക് അപ്പേട്ടനൊന്ന് പുറത്ത് പോയപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു. ഇനി എന്തൊക്കെയോ കിട്ടാണ്ടെന്ന് പറഞ്ഞ് വീണ്ടും പോയിരിക്കുകയാണ്. ഉപ്പാക്കുള്ള ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പ അത് കഴിച്ചിട്ട് പോയി. സാധാരണ എല്ലാവരും ഒന്നിച്ചാണ് ഇരിക്കാറ്. ഇന്നിപ്പം ഇവിടെ അധികം ആരും ഇല്ല. ഞാനിപ്പം ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതുകൊണ്ട് എനിക്ക് വിശപ്പൊന്നുമില്ല. അഫ്സയ്ക്കും കഴിക്കാനിരുന്നു. ഞാൻ തന്നെ കമന്റ് ചെയ്തായ ആദ്യമായി ഫുഡ് വെച്ച് പോകണം. എനിക്ക് സത്യം പറഞ്ഞാൽ ക്യാമറേൻ്റെ മുമ്പിൽ വരാൻ ആദ്യമൊക്കെ ഭയങ്കര ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ കവളൊട്ടിയിട്ടാണ്, പല്ല് പൊട്ടിയിട്ടാണ്, മൂക്ക് അങ്ങനെയാണ്, അങ്ങനത്തെ കുറേ ഒരു നമ്മളെ പിന്നിലേക്ക് വലിക്കുന്ന ഒരുപാട് ചിന്തകൾ എനിക്കുണ്ടായിരുന്നു. ആദ്യമൊക്കെ കുറച്ച് മുമ്പൊക്കെ ഭയങ്കരമായിട്ട് ഫീലിംഗ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും നമ്മളെ ചുറ്റുപാടുള്ള ആളുകൾ തന്നെ നമ്മളോട് പറയുമ്പോൾ വല്ലാത്തൊരു ഫീലിംഗ് ആണ് അല്ലേ. നമ്മളെ വീട്ടിലുള്ളവരാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിലുള്ളവർ, പുറത്തുള്ളവർ, നമ്മുടെ ഫ്രണ്ട്സ് തന്നെ നമ്മളോട് ചിലപ്പം പറയും, നീ എന്താ പിന്നെയും ക്ഷീണിച്ചോ, പിന്നെയും മെലിഞ്ഞോ, അവൾ നല്ലോണം ഒട്ടിയല്ലോ, പല്ല് പിന്നെയും പൊന്തിയല്ലോ, പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾക്കത് എങ്ങനെ എടുക്കുന്നത്, നമ്മുടെ അനുഭവം, നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മൾ എന്തുകൊണ്ടാണ് എങ്ങനെയെന്നുള്ളതൊന്നും ഇവർക്ക് അറിയേണ്ട ആവശ്യമില്ലല്ലോ. മറുപടി കൊടുത്തിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയവരോടൊക്കെ ഞാൻ ജസ്റ്റ് തിരിച്ചു തന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇങ്ങനത്തെ ഫീലിങ്സ് ഉള്ള ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ നമ്മൾ എന്തിനാണ് ഇങ്ങനെ മടി കാണിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ എനിക്ക് മുമ്പിൽ രണ്ടാളും മുമ്പിൽ എന്നെ പ്രസന്റ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നവർ ആദ്യം ചെയ്യേണ്ടത് അങ്ങനെ ഒരുപാട് ആളുകളുടെ മുമ്പ് പോയി സംസാരിക്കുക. അവരുടെ മുമ്പിൽ നിങ്ങളെ പ്രസന്റ് ചെയ്യാണ് വേണ്ടത്. പലപ്പോഴും ഒരുപാട് മരുന്നുള്ള ആളുകളുണ്ടാവും, ഒരുപാട് കണ്ടന്റ് ഉള്ള ആളുകളുണ്ടാവും. അവർക്ക് പറയാൻ ഒരുപാട് ഐഡിയാസ് ഉണ്ടാവും, തോട്ട്സ് ഉണ്ടാവും. പക്ഷേ അവരുടെ സെൽഫ് അപ്പിയറൻസിലുള്ള ഒരു കോൺഫിഡൻസ് കുറവ് മൂലം മറ്റുള്ളവരുടെ മുമ്പിലേക്ക് പോകാൻ ഭയപ്പെടുന്നവരുണ്ടാവും. അപ്പോൾ നമ്മളൊരിക്കലും അങ്ങനെ ബാക്കിലേക്ക് നിൽക്കേണ്ടവരല്ല. നമുക്ക് പഠിച്ചുകൊണ്ട് വന്നിട്ടുള്ളത് ഓരോ രീതിയിലാണ്. അത് ചില സാഹചര്യങ്ങൾ അനുസരിച്ച് മാറി മറിഞ്ഞു വരും. ചില കാര്യങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ നമ്മൾ അത് ആലോചിച്ച് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. അതിന് നമ്മുടെ സ്ട്രെങ്ത് ആയിട്ട് എടുക്കുക. അത്രയും എനിക്ക് പറയാനുള്ളൂ. വലിയൊരു മോട്ടിവേഷൻ ക്ലാസ് ഒന്നുമല്ല, പക്ഷേ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് നിന്ന് എടുത്ത് പറയാം. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ആരെങ്കിലും ഇത് കാണുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ
നിങ്ങൾ തീർച്ചയായിട്ടും ആളുകളുടെ മുമ്പ് പോയി ഇടവില്ല, ഇരുന്നാടി വരുമ്പോൾ മാറി നിൽക്കല്ല, അവരുടെ മുമ്പ് പോയി നിന്ന് സംസാരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ, എനിക്ക് കോൺഫിഡൻസ് എന്നൊരു കാര്യം ഞാൻ പറഞ്ഞില്ല, നമ്മൾ സെൽഫി ആയിട്ട് വീഡിയോ എടുത്ത് നോക്കാം. സെൽഫായിട്ട് വീഡിയോ എടുത്ത് നമുക്ക് തന്നെ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. സാധാരണ ഈ സമയത്ത് ചിലപ്പോൾ ഒന്ന് കിടന്നു തുടങ്ങും, അതല്ലെങ്കിൽ പല മൂവീസൊക്കെ കണ്ടിരിക്കും, ബുക്സ് വായിക്കും, ഇതിനെന്തിനേലൊക്കെയാണ് ഈ സമയം യൂസ് ചെയ്യാറ്. അപ്പോൾ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം ഇതാണ്, ലുക്കിംഗ് ഫോർ ഫയർ വർക്ക്സ് എന്നുള്ള പുസ്തകമാണ്. ഇത് ഞാൻ വലിയ റിവ്യൂസ് ഒന്നും നോക്കാതെ എടുത്ത് വായിക്കാൻ തുടങ്ങിയതാണ്. കാരണം കുറേ കാലമായിട്ട് വായിക്കുക എന്നുള്ള ഒരു ഹാബിറ്റ് കുറച്ച് ഇങ്ങോട്ട് പോയിരുന്നു. അപ്പോൾ അത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തുടങ്ങിയാണ്. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ബുക്സ് ഞാൻ തീരെ വായിക്കാണ്ടായിരുന്നു. അപ്പോൾ ലാംഗ്വേജിനൊക്കെ അത് ബാധിക്കുന്നുണ്ട് എന്ന് തോന്നിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ ലൈബ്രറിയിൽ പോയിട്ട് കോപ്പി പോകുന്നതാണ് ഈ ഒരു ബുക്ക്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയില്ല, എന്തായാലും വായിച്ചിട്ട് നല്ലതാണെങ്കിൽ ഞാൻ റിവ്യൂ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ വേറൊരു പുസ്തകത്തിനെ പറ്റി തരാം. ഫസ്റ്റ് ബെൽ. ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ പുസ്തകത്തിൽ ഞാനും അപ്പേട്ടനും കൂടി എഴുതിയ ഞങ്ങളുടെ ആർട്ടിക്കിൾസ് ഞങ്ങളുടെ അനുഭവ കുറിപ്പുകൾ അത് വന്നിട്ടുണ്ട്, പബ്ലിഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിൽ ഒരു 100ഓളം അധ്യാപകരുടെ അനുഭവ കഥകളാണ്. ഞങ്ങൾ ഇതിൽ ഇങ്ങനെ വന്നിട്ടുണ്ടാവും. ഞാൻ വീടിന് ചെയ്യുന്നതിന് മുമ്പ് അസാപ്പിൾ ട്രെയിനറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ UP സ്കൂളിൽ ഞാൻ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ട്രെയിനറായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തെ എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ ഇതിൽ എഴുതിയിരുന്നത്. പിന്നെ പറയാനുള്ളത്, ഈ പുസ്തകത്തിൽ ഞങ്ങളുടെ രണ്ടുപേരുടെയും രചനകൾ അടുത്തടുത്ത പേജിലാണ് വന്നിട്ടുള്ളത്. അത് വല്ലാത്തൊരു സന്തോഷമായിരുന്നു. പുസ്തകത്തെയാണ് ഇതിലേക്ക് അയച്ചു കൊടുക്കാൻ പറ്റുന്നത്. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചു, അപ്പേട്ടൻ്റെ ഒരു എഴുത്ത് വെച്ചു. അത് രണ്ടും പ്രസിദ്ധീകരിച്ചു വന്നു. രണ്ടിനും സെലക്ഷൻ കിട്ടിയത് വളരെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. ഫസ്റ്റ് ബെൽ അധ്യാപക അനുഭവ കഥകൾ എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും അധ്യാപകരാവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. ഒരുപാട് എക്സ്പീരിയൻസ് ടീച്ചർ എന്ന നിലക്ക് ക്ലാസ് റൂമിൽ നിന്നും പുറത്തുനിന്നൊക്കെ നേരിടുന്ന അനുഭവങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ അധ്യാപകരായ അല്ലെങ്കിൽ അധ്യാപകരാവാൻ പോകുന്നവർക്കൊക്കെ ഗിഫ്റ്റ് ചെയ്യാനോ അതുപോലെ തന്നെ അവർക്ക് വാങ്ങി വായിക്കാനൊക്കെ പറ്റിയ ബുക്ക് തന്നെയാണ്. ആർക്കെങ്കിലും പുസ്തകം വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. മാത്രമല്ല പ്രൊമോഷനായിട്ട് ചെയ്തൊന്നുമല്ല കേട്ടോ, ഞാൻ ഈ പുസ്തകത്തിൻ്റെ കൂടെ തന്നെ വെച്ചിരുന്നതാണ് ഇത് രണ്ടും കൂടെ. അപ്പോൾ പെട്ടെന്ന് ആ ബുക്ക് എടുത്തപ്പോൾ കണ്ടപ്പോൾ പറഞ്ഞേ ഉള്ളൂ. കിലോവായിട്ട് പോയിട്ടൊക്കെ കിട്ടുന്നുള്ളത്. അപ്പോൾ അതിൻ്റെ കാരണം പറഞ്ഞത് ഉറപ്പ് വിളിച്ചിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഞാൻ ഈ ലോക്ക്ഡൗൺ, ഈ സെക്കൻഡ് വേവിലുള്ള ലോക്ക്ഡൗൺ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല. ഒരു മാസത്തോളം ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു. അപ്പോൾ രാത്രി മൊത്തം ഫോണിലാണ്. ഞാൻ രാവിലെ ഇഷ്ടം പോലെ കിടന്നുറങ്ങാറുണ്ട്. അപ്പോൾ രാത്രി മുഴുവൻ ഞാൻ ഫോണിൽ കളിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു മാസം അങ്ങനെയായിരുന്നു. ഉറങ്ങാൻ എന്തായാലും 2:30 3 മണിയൊക്കെ കഴിയും ഉറങ്ങാൻ. പിന്നെ ഇങ്ങോട്ട് വന്നു അപ്പേട്ടൻ്റെ വീട്ടിലേക്ക് എത്തിയപ്പോൾ എനിക്ക് എക്സാം നോട്ടിഫിക്കേഷൻ വന്നു. B.Ed 4th സെമ്മിൻ്റെ എക്സാം നോട്ടിഫിക്കേഷൻ വന്നു. അപ്പോൾ പിന്നെ അപ്പോൾ പോയി രാത്രി ഫുള്ള് ഇരുന്ന് പഠിക്കുക. എനിക്ക് അങ്ങനെയാണ്, രാത്രി ഇരുന്നാൽ പഠിത്തങ്ങൾ കയറുള്ളൂ തലയ്ക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ രാത്രി ഇരിക്കാറാണ് പതിവ്. രാവിലെ കുറച്ച് ലേറ്റായിട്ടാണ് എണീക്കുക, എന്നാലും രാത്രി എത്ര നേരം വേണമെങ്കിലും ഇരുന്ന് പഠിക്കും. പക്ഷെ അതുകൊണ്ട് തന്നെ പിന്നെ എക്സാം കഴിഞ്ഞപ്പോഴും ഞാൻ അതിനോട് യൂസ്ഡ് ആയി. പിന്നെ എനിക്ക് ഉറക്കം വരുന്നില്ല, രാത്രി ഉറക്കേ വരുന്നില്ല. ഞാൻ ഉറങ്ങണം എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല. അങ്ങനെ ചിലപ്പോൾ ഫിലിംസ് കണ്ടിരിക്കും പിന്നെയും. പക്ഷെ രാവിലെ എന്തായാലും നേരത്തെ എണീക്കുന്നതാണ്. അപ്പോൾ തലയൊക്കെ പൊട്ടിട്ടാൽ ഭയങ്കര പാടാണ്. അങ്ങനെയാണ് ഈ BP ലോ ആയി ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ടി വന്നത്. അപ്പം എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ നൈറ്റ് ഔട്ട്സ് ആയി ഇരിക്കുന്നവർ, രാത്രി ഉറക്കമില്ലാണ്ട് ഇരിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എങ്ങനെയെങ്കിലും ആ ശീലത്തൊന്ന് മാറ്റിയെടുത്ത്. കാരണം നമുക്ക് പിന്നെ എപ്പോഴേലും ഇത് മാറ്റണം എന്ന് തോന്നുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഒരു ബയോളജിക്കൽ ക്ലോക്ക് ആകെ തെറ്റിക്കിടക്കുക. അപ്പം ഞാനിന്ന് പകൽ ഉറങ്ങാതെ ഇങ്ങനെ ഇതായി നിൽക്കുകയാണ്. ഉറങ്ങി പോയാൽ രാത്രി ഉറക്കണം. അങ്ങനെ പിടിച്ച് കൺട്രോൾ ചെയ്ത് നിൽക്കുകയാണ്. അപ്പം എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അപ്പോൾ ഒരിക്കലും രാത്രി ഒഴിവാക്കാതിരിക്കുക. പറ്റുകയാണെങ്കിൽ ഒരു 10-11 അതിൻ്റെ ഇടയിൽ തന്നെ ഉറങ്ങാൻ ശ്രമിക്കുക. ഡേ ഇൻ അവർ ലൈഫ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഭയങ്കര സീരിയസ് ആണല്ലോ. ഒന്ന് മൊത്തം ഒരു തമാശാരി ബാർബർ ഷോപ്പാണെന്ന് കരുതി എവിടെ പോയത് ഹോട്ടലിൽ കയറി വരാം. ഹോട്ടലാണെന്ന് കരുതി ബാർബർ ഷോപ്പിൽ കയറി വരാം. കഴിക്കാനെന്തുണ്ട് അതേപോലെ വരാനുണ്ടാവും. ഇപ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കായതുകൊണ്ട് പ്രത്യേകിച്ച് അധികം വർക്കൊന്നും ഉണ്ടാവാറില്ല. രാത്രി 8 to 9 ഞാൻ ഓൺലൈൻ ക്ലാസ് എടുക്കാറുണ്ട്. പക്ഷേ സാറ്റർഡേസ് ആൻഡ് സൺഡേസ് അതും ഇല്ല. ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ഡ്രിങ്കാണ്.
മാംഗോ പൾപ്പ് എടുത്തിട്ട് കുറച്ച് പാൽ മിക്സ് ചെയ്ത് ഫ്രീസറിൽ വെച്ച് ഒന്ന് നല്ലോണം തണുപ്പിച്ചിട്ട് കഴിക്കുക. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് രാത്രി നേരത്തെ കിടക്കാനുള്ള പുറപ്പാടിലാണ്. ഉപ്പ ഹാളിൽ TV കണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഉറക്കം വരുന്നില്ല. അപ്പോൾ കുറച്ച് നേരം പുസ്തകം എടുത്ത് ഇരുന്ന് നോക്കി. കുറച്ച് കഴിഞ്ഞ് ഫോൺ എടുത്തപ്പോഴാണ് കണ്ടത് BEdൻ്റെ ലാസ്റ്റ് സെമസ്റ്ററിൻ്റെയും തേർഡ് സെമസ്റ്ററിൻ്റെ എല്ലാം റിസൾട്ട് ഒന്നിച്ച് വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പുറത്തെ റൂമിൽ നിന്ന് അപ്പേട്ടനെ വിളിച്ചു പറയുന്നുണ്ട് റിസൾട്ട് വന്നത്. അപ്പം പിന്നെ ഓടിപ്പോയി നോക്കി. ഭാഗ്യത്തിന് എല്ലാം പാസ്സാണ്. അങ്ങനെ ഇന്നത്തെ ദിവസത്തിന് ഒരു പരിസമാപ്തിയായി.